ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ? കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? പറയാട്ടോ. ഇന്ന് ഞാൻ പച്ചമുന്തിരി വെച്ചിട്ട് ഒരു സൂപ്പർ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ മുന്തിരിയുടെ അച്ചാറൊക്കെ മുമ്പ് കഴിച്ചിട്ടില്ലേ? അത് ഉണക്കമുന്തിരിയാണ് എന്ന് മാത്രം. പക്ഷേ പച്ചമുന്തിരി വെച്ചിട്ടും അച്ചാറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചേർക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള മുന്തിരി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചമുന്തിരിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയുടെ അച്ചിയാണ്. അത് ഞാൻ 1 എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. ഇനി വേണ്ടത് ഒരു 7 പച്ചമുളകാണ്. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കാം. ഇനി ഇത് മുറിക്കേണ്ടത് ഒന്നാകെ പൊളിച്ചിടരുത്. ഇത് ചെറുതായി ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി വേണം. ഇനി വേണ്ടത് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഒന്നുകിൽ ഇത് അമ്മിയിലൊന്ന് കുത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് അരിയാണ് കേട്ടോ. സാധാ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അരി 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം കടുക്, ഉലുവ, വലിയ ജീരകം, ഇത് 3ഉം ഓരോരോ സ്പൂണ് കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞാൻ വറുത്തെടുത്തതാണ്. ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി ഇതും മാറ്റി വെക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നമുക്കൊരു 2.5 ടേബിൾ സ്പൂണോളം കണ്ട് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ആദ്യം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊരിയട്ടെ. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം മാത്രമായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ഒരു 2-3 തവണ ഇതിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ പുളിവെള്ളം ആദ്യം ഒന്ന് നമ്മൾ പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 തവണയായിട്ടാണ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആ ശർക്കര അച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ശർക്കര അച്ചി ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി ഒന്ന് വാടി കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചക്കുത്ത് മാറുകയും ചെയ്യട്ടെ. അതുവരെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല കിട്ടേണ്ടത്. ഫൈനലി നിങ്ങൾക്ക് കാണാം.
ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്ത് കൊടുത്ത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് കുറുകി കിട്ടും. ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ തിക്കിലായിട്ടാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള പച്ചമുന്തിരി വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ഓൾ ബട്ടണും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ല ടേസ്റ്റായിട്ടുള്ള മുന്തിരി അച്ചാർ ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.